കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗ മധ്യേ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ തിരുവചന ഭാഗം ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു ചിന്തയാണ് ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. ദൈവം നൽകുന്ന വെളിച്ചം, അപ്പോൾ തന്നെ മനുഷ്യൻ കൊളുത്തുന്ന വെട്ടം. അതായത് ദൈവത്തിൻ്റെ വെളിച്ചവും മനുഷ്യൻ്റെ വെളിച്ചവും, ഇതിനെ നമ്മൾ കൃത്യമായി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കതൊന്ന് വായിക്കാം. പ്രാരംഭമായി ഓരോ വാക്യങ്ങൾ നിർത്തി നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞതിന്റെ ഉപേക്ഷണ പത്രം എവിടെ? അല്ല, എന്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിർത്തി വായിക്കാം. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ ഉപേക്ഷണ പത്രം എവിടെ? അല്ലെങ്കിൽ എൻ്റെ കടക്കാരിൽ ആർക്കാണ് ഞാൻ നിങ്ങളെ വിറ്റ് കളഞ്ഞത്? അപ്പൊ ദൈവം ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ജനം ഇങ്ങനെ ചോദിച്ചിരിക്കാം, ഞങ്ങളുടെ പട്ടണത്തെ ദൈവം ഉപേക്ഷിച്ചു, ജെറുസലേമിനെ ദൈവം കൈവിട്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയായ ജെറുസലേമിനെ ദൈവം കൈവിട്ട് കളഞ്ഞു, ഉപേക്ഷിച്ച് കളഞ്ഞു, വിറ്റ് കളഞ്ഞു എന്ന് ഈ ജനം പറഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദൈവം ചോദിക്കുകയാണ്, എപ്പോഴാണ് ഈ നിങ്ങളുടെ അമ്മയെ ഞാൻ വിറ്റ് കളഞ്ഞത്? എപ്പോഴാണ് അതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെ? അല്ലെങ്കിൽ എൻ്റെ കടക്കാർക്ക് എനിക്ക് കടം വന്നപ്പോൾ ഞാൻ നിങ്ങളെ വിറ്റ് കളഞ്ഞതാണോ എന്ന് ദൈവം വളരെ ദുഃഖത്തോടു കൂടി ചോദിക്കുകയാണ്. താഴേക്ക് വായിക്കാം. നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞു, നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ തന്നെ ലംഘനങ്ങളാലാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഗതി വന്നത് എന്നുള്ളത് ദൈവം പറയുകയാണ്. അപ്പോൾ ജനം കുറ്റം ആരോപിക്കുന്നത് ദൈവത്തെയാണ്. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഞാനാണോ ഇതിൻ്റെ കുറ്റക്കാരൻ? നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിങ്ങളുടെ ചെയ്തികൾ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ആക്കി തീർത്തതാണ്. നിങ്ങളുടെ പട്ടണങ്ങൾ ശൂന്യമായി കിടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടണത്തെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നു. ഇതെല്ലാം നിങ്ങൾ വരുത്തി തീർത്തതാണ് എന്നാണ് ദൈവം പറയുന്നത്. താഴേക്ക് വായിക്കാം. ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിക്കാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിക്കാനും സംഗതി എന്ത്? പ്രൈസ് ദി ലോർഡ്. ദൈവം ചോദിക്കുകയാണ്, ഞാൻ വന്നു നിങ്ങളെ വിളിച്ചപ്പോൾ ഒരു മനുഷ്യനും അടിയനീതാ കർത്താവേ എന്ന് പറയാനുണ്ടായിരുന്നില്ല. കർത്താവ് വിളിക്കുകയാണ്, തന്റെ ജനത്തെ വിളിക്കുകയാണ്. പക്ഷേ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഇത് ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കുവാനുള്ള ചെവിയുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇവിടെ പറയുകയാണ്. താഴേക്ക് വായിക്കാം. വീണ്ടെടുക്കാൻ കഴിയാതെ വണ്ണം എന്റെ കൈ വാസ്തവമായി കുടുങ്ങിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ എന്റെ ശാസന കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു, വെള്ളമില്ലായ്മയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തു നാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളെ രക്ഷിക്കുവാനും വീണ്ടെടുക്കുവാനും കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിപ്പോയോ, അല്ലെങ്കിൽ എനിക്ക് ശക്തിയില്ലാതെ പോയോ? നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? ദൈവത്തിന് ശക്തിയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്നിട്ട് ദൈവം പറയുകയാണ്, എൻ്റെ ശാസന കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു, മത്സ്യം ദാഹം കൊണ്ട് ചത്തു നാറുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ തൻ്റെ ശ്വാസം കൊണ്ടും തൻ്റെ പ്രവൃത്തി കൊണ്ടും ഈ സമുദ്രത്തിന്മേലും ഭൂമിമേലും ദൈവം പല പ്രവൃത്തികളെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുവാൻ കഴിയുന്നില്ലേ എന്നുള്ളൊരു ചിന്തയാണ് ദൈവം അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ദൈവം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു എന്ന് ഒരിക്കലും പറയരുത്. കാരണം എൻ്റെ കടക്കാർക്ക് ആർക്കും നിങ്ങളെ ഞാൻ വിറ്റ് കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഈ പരാതിക്ക് യാതൊരു കഴമ്പുമില്ല. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കുവാൻ വന്നപ്പോൾ ആരും എനിക്ക് ചെവി തന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത് കർത്താവ് പ്രാരംഭ 3 വാക്യങ്ങളിൽ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, തന്റെ സർവശക്തി ദൈവം ആ ജനത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, താൻ ഈ ലോകത്ത് പലതും ചെയ്യുന്നുണ്ട്. തന്റെ ശ്വാസത്താൽ കടലിലെ വെള്ളം വറ്റിച്ചു കളയുന്നു. ഏതെങ്കിലും ദൈവത്തിന് അങ്ങനെ കഴിയുമോ? തന്റെ ശ്വാസത്താൽ ഒന്ന് ഊതിയപ്പോൾ ചെങ്കടലിലെ വെള്ളം 2ആയി പിരിയുവാനിടയായിത്തീർന്നു, അല്ലേ? അപ്പോൾ പല കാര്യങ്ങളും ദൈവം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ദൈവം സർവശക്തനാണ്. നിങ്ങൾ മടങ്ങി വന്നാൽ
ഞാൻ നിങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കും, ദൈവത്തിന്റെ ആലയത്തിൽ നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരും, ദൈവജനമായി നിങ്ങളെ തലയായി തന്നെ നിർത്തും എന്നുള്ളത് ദൈവം ഈ ജനത്തോട് ആഹ്വാനം കൊടുക്കുകയാണ്. പക്ഷേ ഈ ജനത്തിന്റെ പരാതിക്കുള്ള മറുപടി ആയിട്ടാണ് ദൈവം ഇത് പറയുന്നത്. കാരണം ജനം പരാതിപ്പെടുകയാണ്, അയ്യോ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞങ്ങളുടെ നഗരത്തെ ഉപേക്ഷിച്ചു, ആലയത്തെ ഉപേക്ഷിച്ചു, എന്തോ ദൈവം വലിയ കുഴപ്പം ചെയ്തതുപോലെയാ ഈ ജനം മുഴുവനും പറയുന്നത്. എന്നാൽ ദൈവം ഒരു കുഴപ്പവും ചെയ്യുന്നില്ല. ദൈവം കൃത്യമായി തന്റെ ജനത്തെ ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ നടക്കുന്നത് പോലെ കർത്താവ് എപ്പോഴും ഈ ജനത്തിന്റെ ചുറ്റും നടക്കുകയാണ്. എന്നാൽ ദൈവം പറയുന്നതിന് കേൾക്കുവാൻ ഒരു മനുഷ്യനുമില്ല. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന് 4 മുതൽ മറ്റൊരു ചിന്തയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്കതൊന്ന് വായിക്കാം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിർത്തി വായിക്കാം. 7-ാം വാക്യം വരെയാണ് നമ്മൾ വായിച്ചത്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ കാലത്ത് തന്റെ ജനത്തിന്റെ നടുവിൽ ഇതേപോലെ ഒരുവനെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഹ്വാനം അതിനകത്തുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, അടിക്കുന്നവർക്ക് അവൻ തന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് തന്റെ കവിളുകളും കാണിച്ചു കൊടുത്തു. തന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചില്ല. ഇത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് നിവർത്തിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിലും 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം വിളിക്കുമ്പോൾ ആരും വിളി കേൾക്കുന്നില്ല. എന്നിട്ട് ദൈവം പറയുകയാണ്, ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. ഇങ്ങനെ ഒരു വ്യക്തി ജീവിതത്തെ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ തന്റെ ജനത്തിൽ നിന്നും ഒരുവൻ വരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എല്ലാ കാലങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ? തനിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം, തനിക്ക് വേണ്ടി സംസാരിക്കുന്ന നാവുള്ള ഒരു മനുഷ്യൻ, തന്നെ അനുസരിക്കുന്ന ഒരു ശിഷ്യൻ, തന്നെ അനുസരിക്കുന്ന ഒരു ദാസൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ ജനത്തിന്റെ അതിക്രമങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലുള്ള ഒരു മനുഷ്യൻ അത് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. തന്നെയുമല്ല, അടിക്കുന്നവർക്ക് അവൻ തന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് തന്റെ കവിളും കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷം പറയുമ്പോൾ ആരും പൂമാല ഇട്ടൊന്നും നമ്മൾ സ്വീകരിക്കുകയില്ല. സുവിശേഷം എവിടെ പറഞ്ഞാലും അടിയുറപ്പാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ കാലത്തിലും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ജെറമിയ പ്രവാചകന്റെ കാലത്തും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സുവിശേഷം പറയുമ്പോൾ പ്രവാചകരോട് പറഞ്ഞു, പ്രവാചക ഇവിടെ പ്രവചിക്കരുത്, ഇന്ന സ്ഥലത്ത് പോയി പ്രവചിച്ച് അഹോവർത്തി കഴിച്ചുകൊള്ളുക. ഇവിടെ നീ പ്രവചിക്കരുത്, ഈ ദേശത്തിനെതിരെ നീ പ്രവചിക്കരുത്, ഞങ്ങൾക്കെതിരെ നീ സംസാരിക്കരുത്, ഫലത്തോടുകൂടെ വൃക്ഷത്തെയും കൊന്നുകളയാ എന്നൊക്കെയാണ് ഈ ജനം ദൈവാലോചന പറയുന്നവർക്കുള്ള മറുപടിയായി കൊടുക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ തീർച്ചയായും അടിക്കുന്നവർക്ക് മുതുക് കാണിച്ചു കൊടുക്കേണ്ടി വരും. താടിരോമം പിടിച്ച് പറിക്കുമ്പോൾ അതിനുവേണ്ടി നിന്ന് കൊടുക്കേണ്ടതായി വരും. കാരണം എന്താ? ദൈവത്തിന്റെ അരുളപ്പാട് പറയുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ ആലോചന കേട്ട് ശുശ്രൂഷിക്കുവാൻ ഒരു മനുഷ്യരെയും കണ്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് ആഗ്രഹിച്ച രീതിയിലുള്ളൊരു വ്യക്തിത്വം അത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് നിവർത്തിച്ചത്. നമുക്കറിയാം, കർത്താവിനെ അടിക്കുകയും പരിഹസിക്കുകയും മുഖത്ത് തുപ്പുകയും നിന്ദിക്കുകയും ചെയ്തു. കർത്താവ് എന്തെങ്കിലും ചെയ്തോ? അതെല്ലാം മറക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവ് സഹിച്ചു നിന്നു. എന്നാൽ അതാണ് പിതാവായ ദൈവം സാക്ഷിച്ചത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്കിന് ചെവി കൊടുപ്പിൻ. കണ്ടോ? ഒരു ജനത്തെ അന്ധകാരത്തിൽ നിന്നും ദൈവിക പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എല്ലാ കാലത്തും ഓരോ മനുഷ്യരെ ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ്, അന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണ്, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേൾക്കുന്നില്ല, എന്റെ വാക്കിന് ചെവി കൊടുക്കുവാൻ നിങ്ങൾക്ക് ചെവിയില്ല, മനസ്സില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ അവസ്ഥയിൽ കിടക്കുകയാണ്. ദുഃഖത്താലും മുറവിളിയാലും
ആശ്വാസമില്ലാതെയും കിടക്കുകയാണ് എന്ന് ദൈവം പറയുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ ആഗ്രഹം പറയുകയാണ്, ആത്മാവിൽ നമ്മളത് ഗ്രഹിക്കുകയാണ്. ഒരുവൻ ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കുന്ന കാതുള്ളവൻ, ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തെ അറിയിക്കുന്ന നാവുള്ളവൻ, അങ്ങനെ ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ദൈവം ഇവിടെ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ശിഷ്യനെ പോലെ ദൈവം തന്നെ ഉണർത്തുന്നു. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിലേക്ക് ഈ സത്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ അന്നും ഇന്നും എന്നും ദൈവം ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം അന്വേഷിക്കുക. പക്ഷേ ദൈവം വിളിക്കുമ്പോൾ മനുഷ്യനത് കേൾക്കുവാനുള്ള കാതുകളില്ല. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകന്റെ കാലത്ത് ബാലനായിരുന്ന ശമൂവേൽ ഏലി പുരോഹിതന്റെ അടുക്കൽ വളരുകയാണ്. അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ആ കാലയളവിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ വളരെ വിരളമായിരുന്നു. എന്ന് പറഞ്ഞാൽ അരുളപ്പാടുകൾ തീരെ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവം ശമൂവേലിനെ വിളിക്കുകയാണ്. ശമൂവേലേ, അദ്ദേഹം ചിന്തിച്ചു, എന്നെ ഏലി പുരോഹിതനാണ് വിളിച്ചത്. നേരെ ഓടി ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്നു. ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല മകനെ, നീ പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ആ ശബ്ദമുണ്ടായപ്പോൾ ഏലി പുരോഹിതന് കാര്യം മനസ്സിലായി. മകനെ, ഇനി വിളിക്കുമ്പോൾ അടിയനിതാ കർത്താവേ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കാരണം അന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിരളമായിരുന്നു, കുറവായിരുന്നു. ദൈവം വിളിച്ചാലും ഇത് ദൈവശബ്ദമാണെന്ന് കേൾക്കുവാനുള്ള കപ്പാസിറ്റിയുള്ള ആരും അവിടെ ഇല്ല. പക്ഷേ ഈ ശമൂവേലിനോട് വർഷങ്ങൾക്ക് ശേഷം തന്റെ ജനത്തിന് വേണ്ടി ദൈവം ഇടപെടുകയാണ്. അന്നു മുതൽ വിശ്വസ്ത പ്രവാചകനായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരുഷനായി സാമുവേൽ എന്ന ബാലൻ വളർന്നു വന്ന് നമുക്കറിയാം, അല്ലെ? രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു, അനേകം കാര്യങ്ങളെ തന്റെ ജനത്തിന് വേണ്ടി ചെയ്തു, അല്ലെ? ഇസ്രായേലിൽ ഒരു നേതൃത്വ ശൂന്യത ഉണ്ടായപ്പോൾ അവിടെ ഇതാ ഒരു ശമൂവേൽ ബാലനെ ദൈവം എടുത്തുയർത്തുകയാണ്. ഇങ്ങനെ ഒരു വ്യക്തി ജീവിതം ഉണ്ടായാൽ മാത്രമാണ് ഒരു വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? നമുക്കറിയാം, ഈ ലോകത്ത് ലോകത്തിന്റെ ചില നേതാക്കന്മാരുണ്ട്. ലോകത്തെ പല നിലകളിൽ പല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ലോകത്തിന്റെ ചെറിയ ചെറിയ പ്രകാശങ്ങളായി അവരെ ഇന്ന് ലോകം വാഴ്ത്തുന്നുണ്ട്, അല്ലെ? പക്ഷേ സാക്ഷാൽ ലോകത്തിന്റെ പ്രകാശം ആരായിരുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. ലോകത്തിന്റെ പ്രകാശം അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരുന്നു, അല്ലെ? അപ്പോൾ നമുക്കതിലേക്ക് കടന്നു വരാം. താഴേക്ക് നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. 8-ാം വാക്യം മുതൽ. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എന്റെ പ്രതിയോഗി ആർ? അവൻ ഇങ്ങ് വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും, പുഴു അവരെ തിന്നുകളയും. പ്രൈസ് ദി ലോർഡ്. നമുക്കതിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യം കൂടി വായിക്കാം. ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്. അപ്പോൾ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തി തീർച്ചയായും വളരെ പീഡകൾ അനുഭവിക്കേണ്ടതായ ആവശ്യം വരും. പക്ഷേ ദൈവം ഏൽപ്പിച്ച ഈ ശുശ്രൂഷയുടെ മധ്യേ അവന്റെ മുഖം എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? മുഖം തീക്കല്ല് പോലെയാക്കി. POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, എന്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി. എന്തിനു വേണ്ടി? കർത്താവ് ഏൽപ്പിച്ച കാര്യം കൃത്യമായി നിവർത്തിക്കുവാൻ വേണ്ടി. അതിനുവേണ്ടി അവന്റെ മുഖം ശിലാതുല്യമാക്കി എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ല. ദൈവം എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യും. അതാണ് ശിലാതുല്യം. പാറ പോലെ ഉറപ്പുള്ളൊരു മുഖഭാവത്തോടുകൂടെ ആയിത്തീരുന്നൊരു കർത്താവിന്റെ ശിഷ്യൻ, കർത്താവിന്റെ ദാസൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, ആരാണ് എന്നെ കുറ്റം വിധിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് എനിക്കെതിരെ നിൽക്കുന്നത്? അവരെല്ലാവരും ലജ്ജിച്ചു പോകും, ഞാൻ ലജ്ജിക്കുവാനിട വരികയില്ല. മനസ്സിലായോ? കർത്താവിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഈ ലോകം വരുന്ന കഷ്ടതകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, അല്ലെ? ആദ്യം തന്നെ ദൈവം എന്താണ് സംസാരിച്ചത്? നമ്മുടെ താഴ്ന്ന ഈ നിലവാരത്തിൽ നിന്നും, ഈ പരാതിയും പരിഭവവും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന്, അയ്യോ കർത്താവേ അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവം പറയുകയാണ്, മക്കളെ, അത് എന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പം തന്നെയാണ്. ഞാൻ വിളിച്ചു, നിങ്ങൾ കേട്ടില്ല. എന്നാൽ എന്റെ വാക്ക് കേട്ട് എനിക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഒരുവനുള്ളപ്പോൾ, അങ്ങനെ കർത്താവിന് വേണ്ടി ചെവി കൊടുക്കുന്ന ഒരു ശിഷ്യനായുള്ളപ്പോൾ അവനോട് ദൈവം പറയുകയാണ്, നീ ലജ്ജിച്ചു പോകാനിടയായി തീരുകയില്ല, നിന്റെ കൂടെ, നിനക്ക് വേണ്ടി ഞാനുണ്ട് കൂടെ എന്ന് ദൈവം ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, അവൻ ലജ്ജിച്ചു പോകാൻ ഇടവരുകയില്ല. കാരണം എന്താ? അവന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പാറ പോലെ ഉറച്ചിരിക്കുക. പത്രോസിനോട് പറഞ്ഞു, അല്ലെ?
പത്രോസ് എന്ന് പറയും വെള്ളം പോലെ തുളുമ്പുന്നവനായിരുന്നു ശിമോൻ. അവന് ദൈവം പത്രോസ് എന്ന് പേരിട്ടു. അപ്പോൾ വെള്ളം പോലെ തുളുമ്പുന്നവനായ പത്രോസിനെ യഥാർത്ഥ ഉറപ്പുള്ള പത്രോസാക്കി ദൈവം തീർത്തു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമാണ് വേണ്ടത്. നമ്മൾ പലപ്പോഴും വെള്ളം പോലെ തുളുമ്പുന്നവരാ. ആ ഉപദേശം കേൾക്കുമ്പോൾ അങ്ങോട്ടോടും, ഈ ഉപദേശം കേൾക്കുമ്പോൾ ഇങ്ങോട്ടോടും. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽപ്പെട്ട് നമ്മൾ തളർന്നിരുന്നു പോകും. ഈ പാറ പോലെയുള്ളൊരു മനോഭാവം നമുക്ക് വരുന്നില്ല. ദൈവമാണ് നമ്മൾ നിർത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ചിന്ത വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുവാനിടയായിത്തീരും. എന്നാൽ ഇവിടെ പറയുകയാണ്, കർത്താവിന്റെ ദാസൻ പറയുകയാണ്, ഞാൻ ലജ്ജിക്കുവാനിടയായിത്തീരുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 10ഉം 11ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാടിക്കൊള്ളട്ടെ. ഹാ തീ കത്തിച്ച തീയമ്പുകൾ അരട്ടിക്കെട്ടുന്നവരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പേ. എന്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഈ 2 വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയുടെ ആധാരം. ദൈവത്തിന്റെ വെളിച്ചവും മനുഷ്യൻ കൊളുത്തുന്ന വെളിച്ചവും. ഇന്ന് ലോകത്ത് ഒത്തിരിയേറെ പദ്ധതികളും പരിപാടികളുമായിട്ട് ലോകം മുന്നോട്ട് പോവുകയാണ്. പഞ്ചവത്സര പദ്ധതി, 10 വർഷത്തെ പദ്ധതി, 15 വർഷത്തെ പദ്ധതി, ഈ ലോകത്തെ ഞങ്ങൾ സ്വർഗമാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് പലവിധ പദ്ധതികളും വെളിച്ചങ്ങളുമായി ഇങ്ങനെ മനുഷ്യന്റെ ചിന്തയിൽ ഉദിച്ച കാര്യങ്ങളുമായി ലോകം മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം ഈ ലോകം ഏറ്റെടുക്കുന്നു. അതിൻ്റെ കൂടെ കുറെ ആളുകൾ കൂടുന്നു, ആ വെളിച്ചത്തെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ദൈവം പറയുകയാണ്, അതിന്റെ 10ാം വാക്യം ഞാനൊന്നുകൂടി വായിക്കാം. നിങ്ങളിൽ ആരാണ് യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ദൈവം പറയുകയാണ്, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വാക്കനുസരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ ആരൊക്കെയാണ്? ഈ ലോകം മുഴുവനും അന്ധകാരത്തിൽ കിടക്കുമ്പോഴും, ഈ ലോകം കഷ്ടത നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ കൊണ്ടാണ് ദൈവത്തിന് പ്രയോജനമുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ പറയാണ്, നമുക്ക് 1-2 വാക്യങ്ങളൊന്ന് വായിക്കേണ്ട ആവശ്യമുണ്ട്. മീഖാ പ്രവാചകന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരുട്ടത്തിരുന്നാലും ദൈവമാണ് എൻ്റെ പ്രകാശം. ഞാൻ വീണുപോയാലും ഞാൻ എഴുന്നേൽക്കും. ഈ ഉറപ്പ് എവിടെ നിന്ന് കിട്ടിയേ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഉറപ്പാണ്. അവർ തളർന്നു കിടന്നാലും വീണുപോയാലും എഴുന്നേൽക്കും. ലജ്ജിക്കപ്പെടുവാൻ ഇടയായി തീരുകയില്ല. ദൈവം എൻ്റെ പ്രകാശമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് വായിക്കേണ്ട ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതിങ്ങനെയാണ്, ഹബക്കൂക്ക് പ്രവാചകൻ തന്റെ ജീവിതാനുഭവത്തിൽ സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെ നിരത്തിക്കൊണ്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഇതിനെല്ലാം എപ്പോൾ ന്യായം വിധിക്കും? നീതിമാൻ കഷ്ടപ്പെടുന്നുവല്ലോ, ദുഷ്ടന്മാർക്ക് ഒരു കുഴപ്പവുമില്ല, അവർ അടിക്കടി ഉയർന്നു വരുന്നു, എന്നാൽ നീതിമാനോ കഷ്ടം സഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം അവനെ ആശ്വസിപ്പിച്ചിട്ട് പറയുമ്പോൾ ആ ആശ്വാസം ഏറ്റെടുത്ത പ്രവാചകൻ പറയുകയാണ്, യെസ്, എൻ്റെ മുന്തിരിവള്ളിയിൽ ഫലമില്ലെങ്കിലും, എൻ്റെ അത്തിവൃക്ഷം കായ്ച്ചില്ലെങ്കിലും, എൻ്റെ തൊഴുത്തിൽ പശുക്കളില്ലെങ്കിലും അവിടെ നിന്നാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നൊരു മനോഭാവം. അതായത് ഭക്തൻ കഷ്ടപ്പെടുകയാണ്, നീതിയോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവമേ, ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ആശ്വസിപ്പിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ ഇടയായി തീരുകയില്ല എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ അത് ഏറ്റെടുക്കുകയാണ്. ദൈവത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ ജനത്തോട് പറയുകയാണ്, എനിക്ക് എൻ്റെ മുന്തിരി വിളവ് ഒന്നും ഉണ്ടായില്ലെങ്കിലും, എനിക്ക് സ്വത്ത് സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും, ദൈവമേ, അങ്ങാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മനോഭാവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരാണ് കർത്താവിന്റെ ദാസന്മാർ. ആരാണ് ദൈവത്തിന്റെ ദാസന്മാർ? ഈ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഭക്തന്മാർ എന്ന് പറയുകയാണ്. എന്നാൽ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 50-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഹാ തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ,
നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പിൻ. എന്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുവാൻ വേണ്ടി POC ബൈബിൾ ഒന്ന് വായിച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം വളരെ ലളിതമായി കിടക്കുകയാണ്. അതായത് നിങ്ങൾ കൊളുത്തുന്ന വെളിച്ചത്തിൽ നിങ്ങൾ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കൊളുത്തുന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ നടന്നു പോക്കോ, കുഴപ്പമില്ല. നിങ്ങൾ കൊളുത്തുന്ന വെട്ടത്തിലും നിങ്ങൾ കൊളുത്തുന്ന ആ പന്തത്തിനും അതിന്റെ വെട്ടത്തിലും നടന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്തയിൽ ഉരുത്തിരിയുന്ന ചില അഭിപ്രായങ്ങളിലും ചില ചിന്തകളിലും തെറ്റായ രീതികളിലും നിങ്ങൾ നടന്നുകൊള്ളുക. അപ്പോൾ ദൈവം എന്താണ് പറയുന്നത്? എന്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന പ്രകാശത്തെ തള്ളിക്കളഞ്ഞ് സ്വന്തമായി ചില വെട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പരാജയപ്പെട്ട് നിങ്ങൾ കിടക്കേണ്ടി വരുമെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ തന്നെ ദൈവം പറയുകയാണ്, ആരാണ് ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നത്? അന്ധകാരമായിരുന്നാലും അവൻ ദൈവത്തെ ചാരിക്കൊണ്ട് ദൈവമാണ് എന്റെ പ്രകാശം എന്ന് പറയുന്നവൻ, അവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. എന്നാൽ ദൈവത്തെയും വേണ്ട, ദൈവിക പ്രകാശങ്ങളെയും വേണ്ട, ദൈവിക വചനത്തെയും വേണ്ട, ആലോചനയും വേണ്ട, ഞങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ തീരുമാനിക്കുവാൻ എന്ന് പറഞ്ഞ് സ്വന്തമായി കൊളുത്തുന്ന വെട്ടത്തിൽ നടക്കുന്നവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ നടന്നോ, ഒരു കുഴപ്പവുമില്ല, പക്ഷേ അവസാനം നിങ്ങൾ ദുഃഖിച്ച് കരഞ്ഞ് വിലപിച്ചവരോടെ ഇരിക്കേണ്ടതായി വരുമെന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രണ്ട് വാക്യത്തിൽ നിന്നുമാണ് ഈ ഒരു ചിന്ത, ദൈവം നൽകുന്ന വെളിച്ചവും മനുഷ്യൻ കൊളുത്തുന്ന വെട്ടവും. ദൈവം നൽകുന്ന വെളിച്ചത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് നിത്യത വരെ എത്തിയിരിക്കും. എന്നാൽ മനുഷ്യൻ കൊളുത്തുന്ന വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ദുഃഖിച്ച് നമ്മൾ ചതിക്കുഴിയിൽപ്പെട്ട് കരഞ്ഞും വിലപിച്ചും ഇരിക്കേണ്ടതായി വരുമെന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവിക വെളിച്ചത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്ന് എടുക്കാം. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം പ്രകാശം കണ്ടു. കർത്താവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ലോകം മുഴുവനും ഇരുട്ടായിരിക്കുമ്പോൾ അവിടെ ഇതാ ഒരു പ്രകാശമായി കർത്താവ് വരികയാണ്. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഞാൻ POC ബൈബിളിൽ നിന്ന് വായിക്കാം. എന്തെന്നാൽ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നു കളയുകയും നിങ്ങളുടെ അപേക്ഷയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്ക് വേണ്ടി തണ്ടുകുത്തുകയും നടന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് പറയുന്നത് പ്രിയമുള്ളവരെ? വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ദൈവം പറയുകയാണ്, നിങ്ങൾ അന്യ ദൈവത്തിന് വേണ്ടി ഒരു തണ്ടുകുത്തുക. തണ്ടുകുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും മുന്തിരിയുടെ തണ്ട്, കപ്പയുടെ തണ്ട്, ഇതൊക്കെ തണ്ട് കുത്തിയിട്ടാണ് മുളപ്പിക്കുന്നത് അല്ലേ? പല ചെടികളും തണ്ട് കുത്തിയാൽ അത് മുളച്ചു വന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ പൂവുണ്ടാവും, കായ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ ദൈവം പറയുകയാണ്, എന്നെ വിട്ടിട്ട് നിങ്ങൾ അന്യ ദൈവത്തിന്റെ പുറകെ പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നടന്നിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് കരുതുക. നിങ്ങൾ നടുന്ന ദിവസം തന്നെ അത് പെട്ടെന്ന് വളർന്നു, നടുന്ന ദിവസം തന്നെ അതിന് പൂകുത്തി, അതിനെ നടുന്ന ദിവസം തന്നെ അതിന് ഫലം കായ്ച്ചു, അത് വിരിഞ്ഞു. ഇങ്ങനെ സംഭവിക്കുമോ? ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ നട്ട കാര്യം നിങ്ങൾ വിജയത്തിലെത്തി. എന്നിട്ട് പറയുകയാണ്, നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിഹാര്യമായ, അതായത് പരിഹരിക്കാൻ പറ്റാത്ത വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ചുരുക്കത്തിൽ ഞാനവിടെ പറഞ്ഞു തരാം. കർത്താവിനെ വിട്ട് നമ്മൾ വേറൊരു പരിപാടിക്ക് പോയെന്ന് കരുതുക. പോയ അന്ന് തന്നെ നമുക്ക് 2 നില വീട് കിട്ടി, 4 കാറ് കിട്ടി, എല്ലാം കിട്ടി. പിന്നെ എന്തിനാ കർത്താവിനെ അന്വേഷിക്കുന്നത്? ഇതൊക്കെ കിട്ടാനല്ലേ കർത്താവിനെ ലോകം അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ കർത്താവിനെ കൂടാതെ മറ്റു വഴിക്ക് പോയാൽ ആ പോകുന്നതൊക്കെയും സാധിച്ചു വന്നാലും ദൈവം പറയുകയാണ്, അതിന്റെ ഫലങ്ങളൊക്കെയും ഒരു പരിഹാരവുമില്ലാത്തൊരു ദിവസം വരുന്നുണ്ട്. ദൈവത്തിന്റെ മുൻപിൽ സകലം നിവർത്തി വെച്ചുകൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങളുടെ ഈ ഫലങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്യുകയില്ല,
ഒരു ഫലവുമില്ലാതെ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ദൈവത്തെ മറന്ന് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അവിടെ നമുക്ക് ലാഭം കൊണ്ടുവരാം, നമുക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ദൈവത്തിൽ നിന്നല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഫലങ്ങളൊന്നും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് കാണുന്നത്. ഞങ്ങളുടെ ചുറ്റുവട്ടത്തും പല വ്യക്തി ജീവിതങ്ങളുണ്ട്. ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ അദ്ദേഹത്തെയാണ് ഓർമ്മ വന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചു. ഇറങ്ങിയ പാട് അദ്ദേഹം നല്ലൊരു വീട് വെച്ചു, വണ്ടികൾ വാങ്ങി, വളരെ സ്വത്ത് സമ്പാദ്യമൊക്കെ ഉണ്ടായി. പക്ഷെ ഇന്ന് അദ്ദേഹം ഭൂമിയുടെ മുഖത്തില്ല. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മക്കളൊക്കെയും ഇന്ന് വാടക വീട്ടിൽ താമസിക്കുന്നു. പരസ്പര ബന്ധമില്ലാതെ പരസ്പരമായിട്ടുള്ള വിദ്വേഷത്താൽ മാറി താമസിക്കുന്നു. ഇതാണ് ക്ഷണത്തിനുണ്ടാകുന്ന സമ്പത്ത്. ഇതെങ്ങനെയുണ്ടായി? ദൈവികമല്ലാതെ മറ്റുള്ള വഴികളിൽ നടന്നപ്പോൾ കൊള്ളാമല്ലോ, അല്ലെ? നമ്മുടെ തൃശ്ശൂരൊക്കെയും തൃശ്ശൂർ മറ്റുള്ള ഈ സാത്താനെ കൊണ്ട് കാര്യം സാധിപ്പിക്കുന്ന പല മഠങ്ങളുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ഇവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കുമെന്നേ. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ കൊളുത്തിയ വെളിച്ചത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് മാറി നിങ്ങൾ എന്ത് ചെയ്താലും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൽ വിജയം താൽക്കാലികമായി കണ്ടേക്കാം. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളോട് ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം ഒന്നെടുക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. അത് മനുഷ്യർ കാണുന്ന ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും. പ്രൈസ് ദി ലോർഡ്. മതി. ഇവിടെ പറയുകയാണ് അവൻ എന്താണ് ചെയ്തത്? 13-ാം വാക്യത്തിൽ, അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് തീയിറക്കി തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങൾ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും. അപ്പോൾ തനിക്ക് കിട്ടിയ കഴിവ് കൊണ്ട് ആകാശത്ത് നിന്നൊക്കെ തീയിറക്കി ഭൂവാസികളെ തെറ്റിച്ചു. ഇന്ന് അത്ഭുതത്തിന്റെ പുറകെയാണല്ലോ മനുഷ്യന്റെ ഓട്ടം. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ നടക്കുന്ന നല്ലൊരു പങ്ക് തട്ടിപ്പുകളും ഇതേപോലെയുള്ള സാത്താനിക സ്പിരിറ്റിനാൽ ചെയ്യുന്നതാണ്. മനസ്സിലായോ? ഈ വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യരെ വഞ്ചിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് 16-ന്റെ 14-ാം വാക്യം കൂടി ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ന്റെ 14-ാം വാക്യം. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, അവർ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കേണ്ടതിന് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പോൾ ഇവിടെ അത്ഭുതം അടയാളം കാണിച്ചത് ആരാ? നമ്മുടെ ചിന്ത അത്ഭുതം മുഴുവനും കാണിക്കുന്നത് ദൈവമാണെന്നാ. ഈ വചനത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് കളയുവാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അത്ഭുതം കാണിച്ചാൽ മതി, ആളുകൾ മുഴുവനും വചനം ഇട്ടുകൊണ്ട് അതിന്റെ പുറകെ ഓടും. ഇവിടെ പറയുന്നു വഞ്ചനയാണ്, തെറ്റാണ്. നമുക്കൊരു വാക്യം കൂടി ഒന്ന് വായിക്കാം. 19-ന്റെ 20-ാം വാക്യം. വെളിപ്പാട് 19-ന്റെ 20-ാം വാക്യം. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് പറയുന്നത്? മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ ഭൂമിയിൽ കർത്താവ് ഹർമഗദോൻ യുദ്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച്. അപ്പോൾ ഈ സാത്താൻ ചെയ്ത അത്ഭുത അടയാളം എന്തിനു വേണ്ടിയായിരുന്നു? മനുഷ്യനെ ചതിക്കുവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യൻ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും പെട്ടുകൊണ്ട് ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് എങ്ങോട്ടാ പോകുന്നത്? കള്ളപ്രവാചകന്റെ അടുക്കിലേക്കും വ്യാജപ്രവാചകന്റെ അടുക്കിലേക്കും മൃഗത്തിന്റെ അടുക്കിലേക്കും എതിർ ക്രിസ്തുവിന്റെ അടുക്കിലേക്കുമാണ് ഈ സത്യവചനത്തെ തള്ളിക്കളയുന്നവർ ചെന്നു പോകാൻ പോകുന്നത്. അവർ വഞ്ചിതരായി നിത്യനാശം സംഭവിക്കാനിടയായി തീരും. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം ഒന്ന് എടുക്കാം.
അതിന്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: ഇതാകുന്നു വിശ്രമം എന്ന് അവർ അവരോട് അരുളി ചെയ്തു, എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്നായിരിക്കും. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഇതാകുന്നു വിശ്രമം, എന്റെ പ്രകാശത്തിൽ നടന്നുകൊള്ളുക, ഞാനാകുന്ന ലോകത്തിന്റെ പ്രകാശം എന്ന് കർത്താവ് പറയുമ്പോൾ അവർക്കത് കേൾക്കാൻ മനസ്സില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വചനം ഇവിടെ അല്പം അവിടെ അല്പം, ഇത് ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇതൊരു പ്രത്യേക ടെക്നിക്കോടുകൂടെ ദൈവം വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇത് സമയമെടുത്ത് കുത്തിയിരുന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നവർക്ക് ഈ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അതിനവർക്ക് സമയമില്ല. എന്നിട്ട് പറയുകയാണ്, ആകയാൽ അവർ പുറകോട്ട് വീട് തകർന്ന് കുടുക്കിലകപ്പെടേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ ഈ ജനം മുഴുവൻ എങ്ങോട്ടാ മറഞ്ഞു വീഴുന്നത്? ദൈവ തേജസ് കണ്ടവരൊക്കെയും ദൈവത്തിന്റെ മുൻപിൽ ശ്രേഷ്ഠാംഗം വീഴട്ടേയുള്ളൂ, കുമ്പിട്ടാണ് വീണിട്ടുള്ളത്. എന്നാൽ ദൈവം അവിടെ ഒരു വ്യത്യാസം കൽപ്പിച്ചു വെച്ചു. ദൈവികമായി വീഴുന്നവർ മുൻപോട്ട് വീഴുമ്പോൾ ഇവിടെ പറയുകയാണ്, ആകയാൽ അവർ ചെന്ന് പുറകോട്ട് മറഞ്ഞു വീണ് കുടുക്കിലകപ്പെടണം. ദൈവത്തിന്റെ ന്യായവിധി വരണം. പുറകോട്ട് വീണ് തല്ലിപ്പിടയ്ക്കുന്ന ചില ശുശ്രൂഷകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. മനസ്സിലായോ? തടുക്കുന്ന നിൽക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പൈശാചികന്റെ കളി കൂടും. അവൻ ലോകത്തെ മുഴുവനും വഞ്ചിക്കും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആകാശത്ത് നിന്ന് തീയിറക്കി പോലും ദൈവമാണെന്നുള്ള പരിവേഷത്തോടു കൂടെ മനുഷ്യൻ സാത്താന്റെ പ്രേരണയാൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഇപ്പോഴേ അധർമ്മത്തിന്റെ ഈ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. അത് ക്രിസ്തീയ ഗോളത്തിലും വ്യാപരിക്കുന്നു, മറ്റുള്ള എല്ലായിടത്തും വ്യാപരിക്കുന്നു. അവർ ചെന്ന് പുറകോട്ട് മറിഞ്ഞു വീണ് കുടുക്കിലകപ്പെട്ട് നശിച്ചു പോകേണ്ടതിന്. മനസ്സിലായോ? ആരെങ്കിലും വന്ന് തലയിൽ കൈവയ്ക്കുമ്പോൾ പുറകോട്ട് മറിഞ്ഞു വീഴുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അത് ദൈവികമാണെന്ന് ചിന്തിക്കരുത്. വിശുദ്ധ ചുമ, വിശുദ്ധ കുര, വിശുദ്ധ ചിരി എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരുകളിൽ ശുശ്രൂഷകൾ വിജയിച്ചു പോവുകയാണ്. നേരത്തെ പറഞ്ഞു, അന്യ ദൈവത്തിന് തണ്ടുകുത്തുമ്പോൾ അന്ന് തന്നെ തളിർക്കുകയും പൂക്കുകയും കാക്കുകയും ഫലം കായ്ക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ആ ദിവസത്തെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങളുടെ ഈ ഫലം നശിച്ചു പോകും. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, ആ നീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ വിട്ടുപോകുമെന്നാ കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ വിജയിച്ചാൽ ഇതെന്തോ ദൈവികമാണെന്നുള്ള ഒരു പരിവേഷമാണ്, അല്ലേ? ഞാനിപ്പോൾ ഇവിടെ ഒരാളെ മരിച്ചു കിടന്ന ഒരാളെ ഉയർപ്പിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും പൊടിക്കൈ ചെയ്ത്, അല്ലെ, ഒരു വ്യാജാത്മാവിനാൽ ഇവിടെ ഒരു ശുശ്രൂഷ ചെയ്തു എന്ന് കരുതുക. വചനം വിട്ടുപോയാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ശുശ്രൂഷ വിജയിച്ചു എന്ന് കരുതുക. ഒരാളുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ അവർ നിലത്ത് കിടന്ന് പിടയ്ക്കുന്നു. അപ്പോൾ ചുറ്റും കിടക്കുന്ന ആളുകൾ വിചാരിക്കും, ഞാൻ എന്തോ വലിയ ദിവ്യശക്തിയുള്ള ദൈവദാസനാണ്, എൻ്റെ എന്തോ വലിയ കൃപയാലാണ് ഇത് ചെയ്തത്. അപ്പോൾ ശുശ്രൂഷ വിജയിച്ചു. ഈ ആരാധന കഴിയുമ്പോൾ എല്ലാവരും ക്യൂ നിൽക്കും, എൻ്റെ തലയിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ആ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും പിടഞ്ഞു വീണാൽ അവിടെ എൻ്റെ വാല്യൂ ഒന്നുകൂടി കൂടുകയാണ്. അപ്പൊ ശുശ്രൂഷ വിജയിക്കുന്നുണ്ട്. പക്ഷെ ഇത് ദൈവത്തിൽ നിന്നാണോ, പുറകോട്ട് മറഞ്ഞു വീണ് കുടുക്കിലാക്കപ്പെടുന്ന സാത്താന്റെ കളിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവേചനമില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സില്ല, നിങ്ങൾ വിശ്രമിച്ചു കൊള്ളുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നേരമില്ല. നിങ്ങൾക്ക് ഓടണം, അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും വ്യാജത്തിന്റെയും പുറകെ ഓടണം, വ്യാജമായ മനുഷ്യൻ കൊളുത്തുന്ന വെളിച്ചത്തിന്റെ പുറകെ ഓടണം. അങ്ങനെ അവർ എന്ത് ചെയ്യും? കുടുക്കിലകപ്പെടുവാനിടയായിത്തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിന്റെ വെളിച്ചവും മനുഷ്യന്റെ അല്ലെങ്കിൽ സാത്താന്റെ വെളിച്ചവും എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ തിരുവചനം വിട്ട് വചനത്തിലില്ലാത്ത വ്യവസ്ഥയോടുകൂടെ ശുശ്രൂഷിച്ചാലും ശുശ്രൂഷ വിജയിക്കും. പക്ഷേ ദുഃഖത്തിന്റെയും മുറവിളിയുടെയും ദിനത്തിൽ അതിന്റെ ഫലങ്ങളൊന്നും തന്നെ ദൈവസന്നിധിയിൽ വില പോവുകയില്ല. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ. പക്ഷെ അവർ പറയുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിലാണ് ഞാൻ അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ ചെയ്തത്, ഭൂതങ്ങളെ പുറത്താക്കിയത്.
എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രവൃത്തിയാണ്. ശിരസുമായി ബന്ധമില്ലാത്തവർ, തലയുമായി യാതൊരു ബന്ധമില്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50:11 പറയുകയാണ്, തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പിൻ. ദൈവം പറയുകയാണ്, നിങ്ങളിപ്പോൾ കൊളുത്തിയിരിക്കുന്ന കുറെ വെട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറെ ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അതിന്റെ പുറകെ നടന്നോ. പക്ഷെ ദൈവം പറയുകയാണ്, നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. താൽക്കാലിക വിജയമല്ല നമുക്ക് ആവശ്യം. പക്ഷേ യഥാർത്ഥ കർത്താവിന്റെ ദാസനാരാ? അവനടിക്കുന്നവർക്ക് മുതുക് കാണിച്ചു കൊടുക്കുന്നവൻ, അല്ലെ? താടി രോമങ്ങൾ പിടിച്ചു പറിക്കുമ്പോൾ അത് നിന്നു കൊടുക്കുന്നവൻ, തന്റെ നിന്ദയ്ക്കും പരിഹാസത്തിനും തുപ്പലിനും മുഖം മറയ്ക്കാതെ തന്റെ മുഖം ശിലാതുല്യമാക്കിക്കൊണ്ട് ദൈവമേൽപ്പിച്ച ശുശ്രൂഷ നടപടിയായി നിവർത്തിച്ചുകൊണ്ട് ഞാൻ ലജ്ജിക്കപ്പെടുവാനിടയായി തീരുകയില്ല എന്ന് കർത്താവിൽ ആശ്രയിക്കുന്നവൻ, ഇരുടായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ദൈവത്തിന്റെ പ്രകാശത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ. നമുക്കൊരു വാക്യം കൂടി ഇത് വായിക്കാം. 2 പത്രോസ് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ, 19 മുതൽ 21 വരെ വാക്യങ്ങൾ. പ്രവാചക വാക്യങ്ങൾ അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇരുണ്ട സ്ഥലത്ത് വെളിച്ചമായി പ്രകാശിക്കുന്ന ഒരു വെട്ടം പോലെയാണ് പ്രവാചക വചനങ്ങൾ എന്ന് ദൈവം പറയുകയാണ്. ഇത് നമുക്ക് ധാരാളമുണ്ട്. ഇത് രാജ്യത്തിന്റെ സുവിശേഷത്തിലുള്ള ബന്ധത്തിലാണ് അത് പത്രോസ് പറയുന്നതെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദൈവവചനം സ്ഥിരമായിരിക്കുകയാണ്. ഇരുണ്ട ലോകത്തൊരു പ്രകാശമായി ഈ പ്രവാചക വാക്യങ്ങൾ നമുക്കും ബുദ്ധി ഉപദേശിക്കുകയാണ്. താഴേക്ക് വായിക്കാം. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. തിരുവെഴുത്തിലെ ഈ വചനങ്ങളൊന്നും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സംഭവങ്ങളല്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പത്രോസ് പറയുകയാണ്. താഴേക്ക് വായിക്കാം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഇന്ന് കുറെ പ്രവചനങ്ങൾ മനുഷ്യന്റെ ഇഷ്ടത്താലാണ് വരുന്നത്, അല്ലേ? പക്ഷെ ഇത് ദൈവത്തിന്റെ ഇഷ്ടത്താൽ വരുന്ന പ്രവചനമാണ്. താഴേക്ക് വായിക്കാം. ദൈവകൽപ്പനയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം പ്രവചിച്ചതാണ്. അതുകൊണ്ടാണ് ഈ പ്രവചിച്ചു വെച്ചത് ആ പ്രവാചകന്മാർക്ക് പോലും ചിലത് അറിയാതെ പോയത്. ദാനിയേൽ അങ്ങ് 70-ാം ആഴ്ചവട്ടത്തെക്കുറിച്ച് പോലും മഹാപീഡനകാലത്തെക്കുറിച്ച് പോലും പ്രവചിച്ച മനുഷ്യനാ. അവസാനം കർത്താവിനോട് ചോദിച്ചു, ദൈവമേ ഇതെന്താണ്, ഇതിന്റെ പര്യവസാനമൊക്കെ എങ്ങനെയായിത്തീരും? അപ്പോൾ ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ ഇത് അന്ത്യകാലത്തേക്കുള്ളതാ, നിനക്കുള്ളതല്ല, നീ പോയി വിശ്രമിച്ചോ. അതാണ് തന്റെ ഇഷ്ടത്താൽ വന്ന പ്രവചനമല്ല ദാനിയേൽ പ്രവചനം. മറ്റുള്ള ഏതൊരു പ്രവചനവും തന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പുതിയൊരു വെളിപ്പാട് യോഹന്നാന് കൊടുക്കുകയാണ്. യോഹന്നാൻ ഇതൊക്കെ എഴുതുന്നു, ചിലത് കാണുന്നു, കാണുമ്പോൾ ചോദിക്കുന്നു, ഇത് നിനക്ക് മനസ്സിലായോ? അങ്ങ് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് അറിയില്ല എന്നാണ് അതിനർത്ഥം. യോഹന്നാൻ പല കാഴ്ചകളെ കാണുന്നു, ഇതെല്ലാം എഴുതാൻ പറഞ്ഞ് യോഹന്നാൻ എഴുതി വെച്ചു. പലതും യോഹന്നാന് പോലും അറിയില്ല എന്താണ് സംഭവം എന്ന്. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ പരമാധികാരം ദൈവത്തിന്റെയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയാണ്. അതുകൊണ്ട് തോന്നിയ പോലെ വ്യാഖ്യാനിക്കുവാനോ ഇത് മനുഷ്യന്റെ ഇഷ്ടത്താലോ വന്നതല്ലായകയാൽ ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രാപിച്ച് ദൈവമനുഷ്യർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ തന്നെ ഈ ഇരുണ്ട യുഗത്തിൽ, ഇരുണ്ട ലോകത്ത് പ്രകാശമായി നമുക്ക് നൽകിയിരിക്കുന്നത് തിരുവചനമാണ്. തിരുവചനം വിട്ടിട്ട് മനുഷ്യൻ കൊളുത്തുന്ന വെളിച്ചത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വെളിപ്പാട് പുസ്തകം 21-24 വാക്യം കൂടി ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. നമുക്കറിയാം, ഈ ലോകം നമ്മുടെ കർത്താവിന്റെ മധ്യാകാശ വരവ് കഴിഞ്ഞാൽ, നമ്മളെ റാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്ത് വളരെ കഷ്ടങ്ങൾ നിറഞ്ഞ 7 വർഷത്തെ ഒരു പീഡാകാലം ഇവിടെ ഉണ്ടാകും. അതിനുശേഷം ഇവിടെ 1000 ആണ്ട് കർത്താവ് വസിക്കുവാനിടയായി തീരും.
ദൈവം ഈ ലോകത്തെ ശുദ്ധീകരിച്ചൊരു ഫിൽട്ടർ വർക്കിലൂടെ എന്ത് ചെയ്യും? ആ ഫിൽട്ടർ ചെയ്തുകൊണ്ട് പുത്തനാം യെരുശലേമിലേക്ക് കൊണ്ടുപോകും. അവിടെ പറയുകയാണ്, അവിടെ ജാതികൾ ദൈവത്തിന്റെ പ്രകാശത്തിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. അവസാനം ശേഷിക്കുന്നത് ദൈവത്തിന്റെ വെളിച്ചം മാത്രമായിരിക്കും. മനുഷ്യനെ വശീകരിച്ച് വഞ്ചിച്ച സാത്താന്റെയും എതിർ ക്രിസ്തുവിന്റെയും വെളിച്ചം, അതിൽപ്പെട്ട അനേകർ നശിച്ചു പോകും. അവിടെയൊക്കെയും ദൈവകരുതൽ അനുഭവിച്ച് ഒരു പറ്റം ജനം വീണ്ടും ആ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനും സംവത്സരങ്ങൾക്ക് മുൻപേ നാം ഈ കർത്താവിന്റെ പ്രകാശത്തിൽ വിശ്വസിച്ചതുകൊണ്ട് നാം സ്വർഗത്തിലേക്ക് എത്തിപ്പെടുകയാണ്. നമുക്ക് എങ്ങനെയാണ് നിത്യജീവൻ കിട്ടിയത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടന്നതുകൊണ്ടാണ്. മനുഷ്യന്റെ ഉപദേശത്തിൽ നടന്നുകൊണ്ടല്ല. മനുഷ്യന്റെ ഉപദേശത്തിൽ നടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് തന്നെ തണ്ടുകുത്തുന്നു, അന്ന് തന്നെ പൂക്കുന്നു, കായ്ക്കുന്നു, ഫലം കായ്ക്കുന്നു, സന്തോഷമായി പോകുന്നു. പക്ഷേ നിത്യതയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഇതിന്റെ ഫലങ്ങളൊന്നും അവിടെ ചെലവാവുകയില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവ് വാതിലടയ്ക്ക് വേണ്ടിയായിത്തീരും. മനസ്സിലായോ? അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ദൈവ വെളിച്ചത്തിൽ നടന്നുകൊള്ളുക. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് വായിച്ചിട്ട് നിർത്താം. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്ന് എടുക്കാം. അതിന്റെ 12:46 വാക്യവും 8:12 വാക്യവും. ആദ്യം 12:46 വായിക്കാം. യോഹന്നാൻ 12:46. എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും ഇരുളിൽ സഞ്ചരിക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ ലോകത്തിന്റെ പ്രകാശമായി വന്നിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ വെളിച്ചമാരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിലാണ് ഞാനും നിങ്ങൾ നടക്കുന്നതെങ്കിൽ അവന് നിത്യജീവൻ അവകാശമായി കിട്ടും. 8:12 വാക്യം കൂടി ഒന്ന് വായിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, ഞാനാകുന്നു ലോകത്തിന്റെ വെളിച്ചം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്നും പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല, അവൻ നിത്യജീവന്റെ പ്രകാശത്തിലേക്ക് നടക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഭാഗ്യം, മഹാഭാഗ്യം ലഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ഈ കർത്താവിന്റെ വചനപ്രകാരമുള്ള വെളിച്ചത്തിൽ നടക്കുവാൻ നമ്മളെ ദൈവം ഒരു പേരും വിളിച്ചു. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. അപ്പോസ്തലനായ പൗലോസും പറഞ്ഞു, നിങ്ങൾ ഇരുളിലുള്ളവരല്ല, വെളിച്ചത്തിനുള്ളവരാണ്. നമുക്ക് ദൈവം ഒരു പേരിട്ട് തന്നു, വെളിച്ചത്തിന്റെ മക്കൾ. അപ്പോൾ നാം വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ കർത്താവിന്റെ വചനം അനുസരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ കർത്താവിന്റെ യഥാർത്ഥ ഒരു ദാസനെ പോലെ കഷ്ടം സഹിച്ച് ഈ പ്രകാശം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചുരുക്കത്തിൽ ഈ സന്ദേശത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, ഈ ലോകത്ത് അനേകം വെളിച്ചങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ കൊള്ളാമെന്ന് തോന്നും. ചില നന്മകളൊക്കെ ഉണ്ടാകും, ചില വിടുതലുകളൊക്കെ കിട്ടും. പക്ഷേ നിത്യത മാത്രം നമുക്ക് കിട്ടാൻ യാതൊരു ചാൻസുമില്ല. എന്നാൽ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും നടുവിൽ, മനസ്സിലായോ, കഷ്ടതയുടെ നടുവിൽ ആ കർത്താവിന്റെ പ്രകാശം കണ്ട് ആ പ്രത്യാശ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ഈ ലോകത്ത് നമുക്ക് ഉണ്ണാനും എടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, വരുവാനുള്ള നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്നാണ് പറയുന്നത്, നിസ്സാരമാണ് എന്നാണ് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമുക്ക് ഉണ്ണാനും എടുക്കുവാനും നമുക്ക് ജീവിക്കുവാനും ആവശ്യമായ കാര്യങ്ങൾ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രത്തോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക അത്ര വേണ്ടത്. അപ്പോൾ തന്നെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി മറ്റു വെളിച്ചത്തിൽ ആശ്രയിക്കാതെ, മറ്റു വഴികളിൽ തിരിയാതെ, ഇടവും വലവും തിരിയാതെ, ദൈവം പറഞ്ഞു, എന്റെ വാക്ക് കേട്ട് ഇടവും വലതും തിരിയരുത്, ഇടത്തോട്ട് വലത്തോട്ട് തിരിയരുത്. ദൈവ വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ നടന്നവർക്കാണ് വ്യത്യസ്തമായ ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട് കൃത്യമായ ആനുകാലികമായ സംഭവങ്ങൾ ഇന്നതെന്ന് മനസ്സിലാക്കി ആ നിത്യത വരെയും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പരാജയപ്പെട്ട്, കർത്താവ് പറഞ്ഞതുപോലെ പ്രവാചകന്റെ പുസ്തകം 50:11 പറയുന്ന പോലെ, അവർ വ്യസനിച്ച് കിടക്കേണ്ടതായി വരും. മറ്റൊരു കൂട്ടം ജനം ദൈവത്തിന്റെ പ്രകാശത്തിൽ നടക്കുവാൻ നിത്യതയിലേക്ക് പോകുന്ന ഒരു ജനമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് വെളിച്ചത്തിൽ ഏത് വെളിച്ചമാണ് നമ്മൾ ഇന്നായിരിക്കുന്നതെന്ന് വളരെ വാസ്തവമായി തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും മറ്റുള്ള വെളിച്ചങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ചായ്ച്ചിട്ടുണ്ടെങ്കിൽ നേരെ കൃത്യമായ കർത്താവിന്റെ വെളിച്ചത്തിലേക്ക്, കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ലോകത്തോട് ഞാനാണ് ലോകത്തിന്റെ പ്രകാശം എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു ദൈവപുത്രൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഒരുത്തരിൽ രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ
മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം, ഏക വെളിച്ചം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചാരത്തും ദൂരത്തുമായി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.